കേരളത്തിൽ അപൂർവമായി മാത്രം നട്ടുവളർത്തുന്ന കെപ്പൽ ചെടി പൂവിട്ടിരിക്കുകയാണ് ചെറുപുഴ രാജഗിരിയിലെ ടോം ജോർജിന്റെ വീട്ടുപറമ്പിൽ. ഇന്തോനേഷ്യയിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന ഈ ചെടിയുടെ പഴം കഴിച്ചാൽ ശരീരം സുഗന്ധപൂരിതമാകും എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ വിത്തിന്റെ ഇറക്കുമതിക്ക് നിയന്ത്രണം വന്നതോടെ ഇന്ത്യയിൽ തന്നെ അപൂർവം പേരെ ഈ ചെടി നട്ടുവളർത്തുന്നുള്ളൂ. ഇന്തോനേഷ്യൻ വംശജനാണ് കെപ്പൽ ചെടി. ഗോളാകൃതിയിലുള്ളതാണ് ഇതിൻ്റെ പഴം. 100 മുതൽ 150 ഗ്രാം വരെയാണ് തൂക്കം. മധുരമുള്ള ഇതിൻ്റെ പഴത്തിന് അതുല്യമായ സുഗന്ധവുമുണ്ടെന്ന് പറയുന്നു. പഴം കഴിച്ചാലും സുഗന്ധം നിലനിൽക്കുമത്രേ. ഒരുപാട് വിശേഷണങ്ങളുള്ള ഈ പഴത്തിൻ്റെ ചെടി കേരളത്തിൽ അപൂർവം പേരെ നട്ടുവളർത്തുന്നുള്ളൂ. കാരണം ഇത് നട്ടുവളർത്തിയാൽ പൂവിട്ട് പഴം കായ്ക്കണമെങ്കിൽ 6-7 വർഷമെടുക്കും. ഇപ്പോൾ ഇതിൻ്റെ വിത്തിൻ്റെ ഇറക്കുമതിക്ക് നിയന്ത്രണവുമുണ്ട്. പിരമിഡ് ആകൃതിയിൽ വളരുന്ന ഈ ചെടി ഇപ്പോൾ പൂന്തോട്ടങ്ങളിൽ അലങ്കാരത്തിനായാണ് ഏറെ പേര് നട്ടുവളർത്താൻ താല്പര്യപ്പെടുന്നത്. ചെറുപുഴ രാജഗിരി സ്വദേശിയും നഴ്സറി ഉടമയുമായ ടോം ജോർജിൻ്റെ വീട്ടുപറമ്പിൽ നട്ട ചെടി കഴിഞ്ഞ ദിവസം മുതൽ പൂവിട്ടു തുടങ്ങി. ഒരുപക്ഷെ കണ്ണൂർ ജില്ലയിൽ തന്നെ ഈ ചെടി പൂവിടുന്നത് ആദ്യമാകാം. കെപ്പൽ ചെടി പൂവിട്ടതറിഞ്ഞ് ചെറുപുഴ കൃഷിഭവൻ ഓഫീസർ പി അഞ്ജു, അസിസ്റ്റന്റ് കൃഷി ഓഫീസർമാരായ സുരേഷ് കുറ്റൂർ, പി ഗീത എന്നിവർ സ്ഥലം സന്ദർശിച്ചു. കെപ്പൽ എന്ന് പറയുന്ന ഒരു അപൂർവയിനം പഴവർഗ്ഗമുള്ള ഒരു തോട്ടത്തിലാണ് നമ്മളുള്ളത്. അപ്പം ഇത്തരത്തിൽ നമ്മൾ ചെറുപുഴയെ സംബന്ധിച്ചിടത്തോളം ഈ ഫാം ടൂറിസത്തിന് വളരെയധികം സാധ്യതയുള്ളൊരു മേഖലയാണ്. അപ്പോൾ അവിടങ്ങളിൽ ഇത്തരത്തിലുള്ള പഴവർഗ്ഗങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമായിട്ടാണുള്ളത്. അപ്പം ഇത് ഒരു അനോനേഷ്യ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ ഫാമിലിയിൽപ്പെട്ട ഒരു ചെടിയാണ്. ഇത് പൂക്കൾ ഉണ്ടാവാനാണെങ്കിലും പഴവർഗ്ഗം ഉണ്ടാവാനാണെങ്കിലും കുറച്ച് കാലതാമസം എടുക്കുന്നതാണ്. ഇത് നമ്മുടെ ഈ ചെറുപുഴ നഴ്സറി നടത്തുന്ന ടോമിൻ്റെ പറമ്പിൽ ആദ്യമായി കായ്ച്ച കെപ്പൽ എന്ന് പറയുന്നൊരു ഫലവൃക്ഷമാണ്. ഇന്തോനേഷ്യൻ ഫലവൃക്ഷമാണ് ഇത്. കേരളത്തിൽ ഇത് ആദ്യമായി കായ്ച്ചത് പെരുമ്പാവൂർ കഴിഞ്ഞ വർഷമാണ് കായ്ച്ചത്. അപൂർവമായി മാത്രം കായ്ക്കുന്ന ഒരു ഫലവൃക്ഷമാണ്. ഇന്തോനേഷ്യയിൽ ഇത് സാർവത്രികമാണ്. പക്ഷേ മുൻപ് കാലങ്ങളിൽ രാജാക്കന്മാർ മാത്രം കൃഷി ചെയ്തിരുന്നതും അവർ ഉപയോഗിച്ചിരുന്നതുമായ ഒരു ഫലവൃക്ഷമാണ്. മനസ്സിലാക്കിയെടുത്തോളം നിയമപരമായി പ്രജകൾക്ക് ഇത് ഉപയോഗിക്കാൻ ഒരു അധികാരവും അന്ന് കൊടുത്തിരുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത. ഈ ഫലവൃക്ഷത്തിൻ്റെ പഴം കഴിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ചയോളം വിയർപ്പിന് പോലും നല്ല സുഗന്ധം ഉണ്ടായിരിക്കും എന്നതാണ്. വളരെ അപൂർവമായി മാത്രം കായ്ക്കുന്നത് കണ്ണൂർ ജില്ലയിൽ ഇത് പുഷ്പിച്ചു എന്ന് പറയുന്നത് തന്നെ നമ്മുടെ കാർഷിക മേഖലയ്ക്ക് ഒരു അത്ഭുതമാണ് എന്നുള്ളതാണ്. ഇതിൻ്റെ മറ്റു പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? അങ്ങനെ ഇത് അതായത് രുചികരമായ ഒരു ഫലവൃക്ഷമാണ്. ഇത് ട്രോപ്പിക്കൽ ഏരിയയിൽ ആണ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്. പക്ഷേ ഇത് അപൂർവമായ പുഷ്പിക്കുകയും കായ്ക്കുകയും ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ്. ഇപ്പോൾ ഈ നഴ്സറിയിൽ നിന്ന് തന്നെ ഒരുപാട് തൈകൾ വിതരണം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് എവിടെയും പുഷ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ഇപ്പോൾ ഇന്തോനേഷ്യയിൽ നിന്ന് ഒരുപാട് തൈകൾ ഇവിടെ ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. ഇപ്പം നിയമപരമായി നിരോധിക്കപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ഇറക്കുമതി ചെയ്ത തൈകളിൽ തന്നെ ഇതുവരെയും ഇത് പുഷ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അത് കഴിഞ്ഞ വർഷം മാത്രമാണ് പെരുമ്പാവൂർ ഒരു കർഷകൻ്റെ കൃഷിസ്ഥലത്ത് ഇത് പുഷ്പിച്ചതും കായ്ച്ചതും. അപ്പോൾ കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം, നമ്മൾ കാർഷിക മേഖലയെ സംബന്ധിച്ചിടത്തോളം ഇതിവിടെ ടോമിൻ്റെ കൃഷിയിടത്തിൽ പുഷ്പിച്ചു എന്നുള്ളത് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. കാരണം അദ്ദേഹം വിതരണം ചെയ്ത തൈകൾ തന്നെ ഇതുവരെ പുഷ്പിക്കാത്തത് കൊണ്ട് അത് വാങ്ങിയ ഉപഭോക്താക്കളിൽ നിന്ന് പലതരം വിമർശനങ്ങൾ നേരിടുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. പ്രത്യേകിച്ച് പരിചരണമൊന്നും വേണ്ടാത്ത ഫലവൃക്ഷമാണ് കെപ്പൽ. കടുത്ത വേനലിനെയും അതിജീവിച്ച് പച്ചപ്പോടെ നിൽക്കും. മുറ്റത്ത് തണൽ കിട്ടാനും അലങ്കാരച്ചെടിയായി നട്ടുവളർത്താനും ആവശ്യപ്പെട്ടാണ് കെപ്പൽ ചെടിയുടെ വിത്തും തയ്യും അന്വേഷിച്ച് ആളുകൾ എത്താറുള്ളതെന്ന് കർഷകനായ ടോം ജോർജും പറയുന്നു. നമ്മളൊരു 14 വർഷമായിട്ട് ചെറുപുഴ ഗാർഡൻസ് നേഴ്സ് നടത്തുന്നുണ്ട്. അപ്പം ഏകദേശം റെയറായ ഫ്രൂട്ട്സ്, ട്രോപ്പിക്കൽ ഫ്രൂട്ട്സ് നമ്മൾ കൃഷി ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ആദ്യം റംബൂട്ടാനായിരുന്നു. അങ്ങനെ ആ ഒരു റംബൂട്ടാനൊക്കെ ഇറങ്ങിയ കാലത്ത് തന്നെ നമുക്ക് ഈ കെപ്പലിൻ്റെ തൈകളും ഹോം ഗ്രൗണ്ട് നഴ്സറിയിൽ നിന്ന് അവൈലബിൾ ആയിരുന്നു. അങ്ങനെ നഴ്സറിയിൽ ബാക്കിയിരുന്ന ഒരു തൈ ഞാനിവിടെ കൊണ്ടുവന്ന് വെച്ചതാണ്. അപ്പോൾ കെപ്പലിൻ്റെ പ്രത്യേകതകൾ ഗൂഗിളിൽ കൂടെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം കെപ്പൽ പൂക്കുവാണെങ്കിൽ പൂക്കട്ടെ, നല്ല കാര്യമാണല്ലോ, നമ്മുടെ നാട്ടിലില്ലല്ലോ എന്ന് വിചാരിച്ച് തന്നെയാണ് ഈ ഫ്രൂട്ട് നമ്മൾ വെച്ചത്. അപ്പോൾ ഇപ്പോൾ സന്തോഷകരമാണ്. കാര്യം കെപ്പൽ പൂക്കുന്നില്ല എന്നുള്ളൊരു പരാതി ഉണ്ടായിരുന്നു. പക്ഷേ കെപ്പൽ നമ്മുടെ ഒരിടത്തിൽ തന്നെ ഇപ്പോൾ പൂത്തിട്ടുണ്ട്. കാ പിടിക്കുമെന്നാണ് പ്രതീക്ഷ. കാ പിടിക്കട്ടെ എന്ന് കരുതുന്നു. ചെടിയുടെ തണ്ടിലും ശാഖകളിലുമാണ് കെപ്പൽ പഴം കായ്ക്കാറുള്ളത്. ഇളം തവിട്ട് നിറമാണ് പഴത്തിന്. ഏതായാലും കൂടുതൽ വിശേഷങ്ങൾ അറിയണമെങ്കിൽ പൂവുകളെല്ലാം കായായും പഴമായും മാറുന്നതുവരെ കാത്തിരുന്നേ മതിയാകൂ. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.